നമസ്കാരം. ലോകത്തെ ഏറ്റവും സമ്പന്നമായ ജനവാസ കേന്ദ്രങ്ങളിലൊന്നാണ് അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനം. കാലിഫോർണിയയുടെ പ്രകൃതി രമണീയമായ ഭംഗിയാണ് ആ നാടിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത. ലോസ് ആഞ്ചലസ് മഹാനഗരമാണ് കാലിഫോർണിയയുടെ നട്ടെല്ലെന്ന് പറയുന്നത്. ഹോളിവുഡ് അടക്കം യൂണിവേഴ്സൽ സ്റ്റുഡിയോ അടക്കം ഈ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിനോട് ചേർന്നാണുള്ളത്. ലോകത്തുള്ള എല്ലാ സഞ്ചാരികളും ഒരിക്കലെങ്കിലും പോവാൻ ആഗ്രഹിക്കുന്ന ഒരു മഹാനഗരമാണ് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസ്. ഈ ലോസ് ആഞ്ചലസ് നഗരത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ കാലിഫോർണിയ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത, ധാരാളം വനങ്ങളുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള മലനിരകളിൽ പലതിലും അതിസമ്പന്നർ വാസമുറപ്പിച്ചിരിക്കുകയാണ്. അത് വനങ്ങളല്ല, എന്നാൽ ഈ അതിസമ്പന്നരുടെ വാസസ്ഥലം എന്ന നിലയിൽ അത് ഏതാണ്ട് വനങ്ങൾ പോലെ രൂപപ്പെട്ടിരിക്കുന്നു. കാലിഫോർണിയയിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഈ മനോഹരമായ കാഴ്ചകൾ. ഇവിടെയൊക്കെ വീട് വെച്ച് താമസിക്കണമെങ്കിൽ അതിസമ്പന്നരാവണം. ഹോളിവുഡ് സിനിമയിലെ നായകന്മാർ, അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനി ഉടമകൾ, വലിയ സിഇഒമാർ ഇവരൊക്കെ താമസിക്കുന്നത് ഇത്തരം മലനിരകളിലാണ്. ഈ മലനിരകൾക്ക് താഴെയുള്ള താഴ്വാരങ്ങൾ സമ്പന്നരായ മനുഷ്യരുടെ വാസസ്ഥലം തന്നെയാണ്. പക്ഷെ ഇത്തരം അത്യാഡംബര സൗധങ്ങളല്ല എന്ന് മാത്രം. നല്ല വീടുകളാണ്, വലിയ വീടുകളാണ്, അത് വാസസ്ഥലങ്ങളാണ്, റെസിഡൻഷ്യൽ ഏരിയകളാണ്. മറ്റത് അതിസമ്പന്നർക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ഒരു 1-2 ഏക്കർ ഭൂമിയൊക്കെ സ്വന്തമാക്കി, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിലധികം ഭൂമി സ്വന്തമാക്കി അവിടെ വലിയ കാസിൽ കൊട്ടാരം പണിത് സ്വിമ്മിംഗ് പൂളും മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കി ചുറ്റിനും മരങ്ങൾ നട്ട് അവർ സുഖമായി ജീവിക്കും. കാലിഫോർണിയയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. എന്നാൽ കാലിഫോർണിയയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. സാന്റ ആന എന്ന് പറയുന്ന ഒരു കാറ്റ് ഇടയ്ക്കിടെ വീശും. സ്പാനിഷ് മിഷണറിമാർ അമേരിക്കയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങൾക്കും എല്ലാ ഇടങ്ങൾക്കും സാന്റ കുട്ടി പേരിട്ടിട്ടുണ്ട്. സാന്റ ആന എന്ന് പറയുന്ന അവിടെയുള്ള ഒരു ചെറിയ സ്ഥലമാണ്. ഈ സാന്റ ആനയിൽ നിന്ന് വീശുന്ന ഒരു ചെറിയ കാറ്റുണ്ട്. ഈ കാറ്റ് മറ്റു കാറ്റുകൾ പോലെയല്ല. ഇത് പെട്ടെന്ന് തീ ആളിപ്പടരാൻ സഹായിക്കുകയും ആ തീ ആളിപ്പടരുന്ന തീ അവിടെ നിന്ന് വലിയ തീഗോളങ്ങൾ തന്നെ പറന്നുപോയി അടുത്ത ഇടത്തേക്ക് പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും കാട്ടുതീയൊക്കെ അണയ്ക്കുന്നത്, ഒരിടത്ത് തീ പിടിച്ചാൽ നമ്മൾ വലിയ ഫയർ ലൈനുകൾ ഉണ്ടാക്കും. ആ ഫയർ ലൈനുകളിലേക്ക് തീ കടക്കാതിരിക്കാൻ ശ്രമിക്കും. എത്ര കാറ്റ് വീശിയാലും ഈ ഫയർ ലൈനിന് അപ്പുറത്തേക്ക് കാറ്റിനെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കും. എന്നാൽ ഇവിടെ അതൊന്നും സാധ്യമല്ല. എത്ര തീ അണച്ചാലും എത്ര ഫയർ ലൈനുകൾ ഉണ്ടാക്കിയാലും, ഇപ്പം കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമൊക്കെ ഫയർ എഞ്ചിനുകൾ വന്നാണ് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ സാന്റ ആന കാറ്റ് ഒരു അഗ്നിഗോളത്തെ വളരെ ദൂരെയുള്ള ഒരു മലയിലേക്ക് കൊണ്ടുപോയി വരാം. അപ്പോൾ അവിടെയും തീ പിടിക്കും. അതാണിപ്പോൾ കാലിഫോർണിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഇരയാകുന്നതെല്ലാം തന്നെ അതിസമ്പന്നരായ മനുഷ്യരാണ്. ഹോളിവുഡിലെ വലിയ നടന്മാർ, അമേരിക്കയിലെ വലിയ കമ്പനികളുടെ സിഇഒമാർ, മുതലാളിമാർ, ഇവരൊക്കെ സുഖമായി അവരുടേതായ ലോകം സൃഷ്ടിച്ച് ജീവിച്ചിരുന്ന ഇടമെല്ലാം കത്തിച്ചാമ്പലായി. അതൊരു വീടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കോടിക്കണക്കിന് രൂപ മുടക്കുള്ള വീടുകളാണ്. ആ വീടുകളെല്ലാം ഞൊടിയിടയിൽ കത്തി നശിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 12,000 ആഡംബര സൗധങ്ങൾ ഇതിനോടകം കത്തി നശിച്ചിരിക്കുന്നു. ഏതാണ്ട് 1,00,000-ലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരി ഈ പ്രദേശത്തിന് സമീപമാണ് ബാർബാങ്ക് എന്ന് പറയും. ഈ ബാർബാങ്ക് ഞാൻ മുമ്പ് സൂചിപ്പിച്ച മാതിരി താഴ്വരയാണ്. താഴ്വരയിൽ ധാരാളം താമസക്കാരുണ്ട്. അവിടെ ഇടത്തരക്കാരാണ് കൂടുതലും താമസിക്കുന്നത്. എന്നാൽ അതിസമ്പന്നർ മലനിരകളിലാണ്. ഈ താഴ്വരകളിലേക്ക് തീ പടർന്നിട്ടില്ല. എന്നാൽ താഴ്വരകളിലേക്കും വേണമെങ്കിൽ തീ പടരാവുന്ന അന്തരീക്ഷമുണ്ട്. ഈ ബാർബാങ്കിൻ്റെ മുകളിലൂടെ അപ്പറയും ഇപ്പറയും 2 മലകൾക്ക് തീ പിടിച്ചതിൻ്റെ ദൃശ്യങ്ങൾ കാണാനിടയുണ്ടായി. അതായത് ഇവരെത്ര ശ്രമിച്ചാലും ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ തീ പടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഒരു പുതിയ മല കത്തിയാൽ ആ ഭാഗത്തുള്ള അനേകം വീടുകൾ ഇല്ലാതാകും. അപ്പോഴേക്കും അടുത്ത മല കത്തി തുടങ്ങും. ഇത് അണയ്ക്കാൻ കഴിയുന്നില്ല. ഫയർ എഞ്ചിനുകൾ ഒരുപാട് ശ്രമിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സാന്റ ആന അതിശക്തമായി ആഞ്ഞു വീശിയിരുന്നത് കൊണ്ട് ഹെലികോപ്റ്റർ ഒന്നും ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല. ഹെലികോപ്റ്റർ അപകടമുണ്ടാക്കും. അതുകൊണ്ട് കത്തി നശിച്ച് അവസാനിക്കുന്നതിന് കാത്തിരിക്കാനേ കഴിയുമായിരുന്നുള്ളൂ. ഇത് പതിവായി ആവർത്തിക്കുന്നതാണ് ഈ ലോസ് ആഞ്ചലസിലും പരിസര പ്രദേശത്തും, അല്ലെങ്കിൽ കാലിഫോർണിയയിലെ പല സംസ്ഥാനങ്ങളും. നമുക്കറിയാം, പണ്ട് മുതലേ, നമ്മൾ ചെറുപ്പം മുതലേ കാലിഫോർണിയയിലെ അഗ്നിക്കാറ്റിനെക്കുറിച്ചും തീപിടുത്തത്തെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. കാലിഫോർണിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അവിടെ ഈ തീ പിടിക്കുന്നതിനെ കുറിച്ചാണ്. എന്നാൽ ഇക്കുറി സാന്റ ആന കാറ്റിൻ്റെ ശക്തി കൂടുതലായിരുന്നു. അതുകൊണ്ട് അതിശക്തമായി അത് ആഞ്ഞടിച്ചു. നിയന്ത്രിക്കാൻ ആർക്കും കഴിയാത്ത വിധത്തിൽ അഗ്നി പടർന്നു. അനേകം പേർ, എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ല. 11 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 13 പേരെക്കുറിച്ച് വിവരമൊന്നും, അവർക്ക് എന്ത് പറ്റിയെന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല.
ഏതാണ്ട് 12,000-ലധികം അത്യാഡംബര വീടുകൾ നശിച്ചിരിക്കുന്നു. 1,00,000-ലധികം ആളുകൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. ഇപ്പം എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞത്, ഒരു അലേർട്ട് വന്നു, റെഡി ആയിക്കോളൂ, നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞൊരു അലേർട്ട് വന്നു. എല്ലാം റെഡിയായി. അത്യാവശ്യം വേണ്ട സാധനങ്ങളെ, പാസ്പോർട്ട്, അത്യാവശ്യം ജീവിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിരിക്കുവാണ്. അടുത്ത സന്ദേശം വരുമ്പോൾ പോകണം. പക്ഷേ അതിനു മുമ്പ് വന്നു, അത് നിങ്ങൾ റെഡ് അലേർട്ട് പിൻവലിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് തുടരാമെന്ന് പറഞ്ഞു. പക്ഷേ ഏതു നിമിഷവും അലേർട്ട് വരാം, റെഡിയാകാം, പോകണം. ഇങ്ങനെ വീട് കത്തി നശിച്ച് ഒന്നുമില്ലാതായി തീർന്നവരും, വീടുണ്ട് നശിച്ചിട്ടില്ല എങ്കിൽ പോലും അപകട സാധ്യതയുള്ളതുകൊണ്ട് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞിരിക്കുന്നവരുമായ മനുഷ്യരൊക്കെ എവിടെ താമസിക്കും? ഈ ഭൂരിപക്ഷം പേരും സമ്പന്നരാണെന്ന് ഓർക്കണം, അതിസമ്പന്നരാണെന്ന് ഓർക്കണം. ലോസ് ആഞ്ചലസിലാകപ്പാടെ അറിയപ്പെടുന്ന 5 5 സ്റ്റാർ ഹോട്ടലുകളാണുള്ളത്. ഈ സമ്പന്നർ താമസിക്കുന്ന 5 5 സ്റ്റാർ ഹോട്ടലുകൾ. ദിവസം $5,000 വാടക. ഈ ഹോട്ടലുകൾ പെനിൻസുല, ഫോർ സീസൺ, സൺസെറ്റ് ടവർ, എൽ എർമിറ്റേജ്, ബെൽ എയർ എന്നിവയാണ് ഈ ഹോട്ടലുകൾ. ഈ ഹോട്ടലുകളിലെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഹോട്ടലുകളൊക്കെ വലിയ സ്യൂട്ടുകളുള്ള അതിസമ്പന്നരായ മനുഷ്യരുടെ മീറ്റിങ്ങുകൾ നടക്കുന്ന വലിയ പോഷ് മനുഷ്യരുടെ ഒരു ഹോട്ടലുകളാണ്. അവർക്ക് മാത്രമേ താമസം. ഇവിടെ മനുഷ്യർക്ക് റൂമില്ല, കാരണം എല്ലാ മുറികളും ബുക്ക് ചെയ്ത് പോയിരിക്കുന്നു. കാരണം ആളുകൾ അവിടേക്ക് മാറി താമസിക്കുകയാണ്. പക്ഷേ അവർക്ക് മുറിയില്ല എന്നത് മാത്രമല്ല, പക്ഷേ ഇവരെവിടെ പോകും? ചിലരൊക്കെ ബന്ധുവീടുകളിലും സുഹൃത്ത് വീടുകളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും ഇവരിൽ മിക്കവരും തന്നെ അവരുടെ എല്ലാ സമ്പാദ്യവും കെട്ടിപ്പിറക്കി, അവരുടെ നായ്ക്കുട്ടിയെയും അവരുടെ സമ്പാദ്യങ്ങളും ഒക്കെ കെട്ടിപ്പിറക്കി അവർ ഈ ഹോട്ടലുകളുടെ പോർച്ചുകളിലും കാർ പാർക്കുകളിലും ഒക്കെ കിടക്കുക. വലിയ ആഡംബര കാറുകൾ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത റോൾസ് റോയ്സ് അടക്കമുള്ള, ബെന്ലി അടക്കമുള്ള അത്യാഡംബര കാറുകൾ ഈ ഹോട്ടലിൻ്റെ മുറ്റത്തെ ഈ കാറുകളിൽ, ആഡംബര കാറുകളിൽ കിടന്ന് ഉറങ്ങേണ്ട ഗതികേടിലേക്ക് വന്നിരിക്കുക. അതായത് അവർ പുലർത്തുന്ന, ഉന്നത മനുഷ്യർ പുലർത്തുന്ന എല്ലാ വിധത്തിലുള്ള പോഷ്നെസ്സും ഇല്ലാതായിരിക്കുക. അവർക്ക് റൂം പോലുമില്ല താമസിക്കാൻ. സാധാരണ മനുഷ്യർക്കാണെങ്കിൽ അവർ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് മാറി താമസിച്ചവർ. ഈ അതിസമ്പന്നർ ഒരിക്കലും ആരുടെയും അടുത്ത് പോവാതെ സ്വന്തം ആശ്രയിച്ച് ജീവിച്ചവർ. അവർക്ക് ജീവിക്കാൻ ഇടമില്ലാത്ത അവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു. വല്ലാത്തൊരു ദുരന്ത കാഴ്ചയാണ് വാസ്തവത്തിൽ ഇപ്പോൾ കാലിഫോർണിയയിൽ കാണുന്നത്. ഈ വീടുകളെല്ലാം കത്തി നശിക്കുന്നു. ആർക്കും തടയാൻ കഴിയാത്ത വിധത്തിൽ വലിയ അഗ്നിഗോളങ്ങൾ പടർന്നു പന്തലിക്കുന്നു. അതിസമ്പന്നരായ മനുഷ്യൻ അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ കയ്യിൽ കിട്ടിയത് മാത്രം വാരി വലിച്ചെടുത്തുകൊണ്ട് ഒരു മുറി കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഹോട്ടൽ മുറ്റത്ത് പോയി കിടക്കുക. കാരണം ഈ പണമൊക്കെ ബാങ്ക് അക്കൗണ്ടിലുള്ളത് കൊണ്ട് പണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ പണമുണ്ടെങ്കിലും ആ പണം ഉപയോഗിക്കാൻ പറ്റണമല്ലോ. ഉപയോഗിക്കുന്ന ഹോട്ടലിൽ മുറി കിട്ടണമല്ലോ, മുറിയില്ല. അത്തരത്തിലുള്ള വല്ലാത്ത ഗതികെട്ട അവസ്ഥയിലേക്ക് അതിസമ്പന്നർ മാറിയിരിക്കുന്നു. അമേരിക്കയ്ക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം ഈ കാറ്റിൻ്റെ പ്രത്യേകത അതാണ്. വാസ്തവത്തിൽ ഈ സമ്പന്നരെ അവിടെ താമസിപ്പിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താത്തതിൻ്റെ കുഴപ്പമുണ്ട്. ഇവരൊക്കെ ഈ വീടുകൾ, വലിയ കൊട്ടാരങ്ങൾ പണിതിട്ട് വലിയ തുക മുടക്കി ഇൻഷുറൻസ് എടുക്കും. ഈ ഇൻഷുറൻസ് കത്തി നശിച്ചാലും അവർക്ക് ഇൻഷുറൻസ് കിട്ടും. പക്ഷേ തുടർച്ചയായി ഇത്തരം അപകടങ്ങൾ ഉണ്ടായതോടെ ഇൻഷുറൻസ് കമ്പനികൾ ഈ ഫയർ ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവർക്കാർക്കും ഇൻഷുറൻസ് പോലും കിട്ടിയെന്ന് വരില്ല. ഇവരുടെ വലിയ സ്വത്തുക്കൾ മുഴുവൻ കത്തി നശിച്ചു പോകും. ഈ താഴ്വരയിലുള്ള സാധാരണ മനുഷ്യർ മുഴുവൻ ഇൻഷുറൻസ് ഒന്നും എടുക്കില്ല, പരമാവധി മിനിമം ഇൻഷുറൻസ് എടുക്കാറുള്ളൂ. ഈ സമ്പന്നർ പക്ഷേ വലിയ ഇൻഷുറൻസ് ആണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അവർക്കെല്ലാം തിരിച്ചു കിട്ടും, കാരണം പുതിയ ഇൻഷുറൻസ് ആണല്ലോ. പക്ഷേ ഇൻഷുറൻസ് കമ്പനികൾ ഇത്തരം കേസുകൾ എടുക്കാതെ, ഇൻഷുറൻസ് എന്ന് പറയുന്നത് റിസ്ക് കുറഞ്ഞിടത്താണ് ഇവർക്ക് ലാഭമുള്ളത്. അപ്പോൾ ഇത്തവണ ഇൻഷുറൻസ് കമ്പനികൾക്ക് നഷ്ടമാണ്. ഈ 12,000 വീടുകൾ കത്തി നശിച്ചിരിക്കുന്നു. അവർക്കൊക്കെ അതുപോലെ കത്തി നശിക്കാതെ ഒഴിപ്പിച്ചിരിക്കുന്ന മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്നത്, ഇതൊക്കെ ഇവരുടെ ബാധ്യതയാണ്. ഈ വീടുകൾ ഇവർക്ക് തന്നെ ബാധ്യതയായി മാറുന്ന സാഹചര്യം ഉണ്ടാവും. ഒരുപക്ഷെ നമ്മളെല്ലാ നിയമപരിഷ്കാരങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ മലനിരകളിൽ ആളുകൾ വാസമുറപ്പിക്കുന്നത് അപകടമുണ്ടാക്കും. അതുകൊണ്ട് അവസാനിപ്പിക്കണമെന്ന ഒരു തീരുമാനമെടുക്കാൻ കാലിഫോർണിയയ്ക്ക് കഴിയുന്നില്ല എന്ന് ഓർക്കണം. അതിസമ്പന്നരുടെ ആ വാസസ്ഥലങ്ങളിലേക്ക് കടന്നു കയറാൻ കാലിഫോർണിയയിലെ നിയമങ്ങൾക്ക് കഴിയുന്നില്ല. വാസ്തവത്തിൽ ഇവിടെ ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ പുറത്തുണ്ടായ ചെറിയൊരു തീയാവാം ഇത് ആളിപ്പടർന്ന് ഇത്രയധികം ആളുകളുടെ ജീവനെടുത്തതും ഇത്രയധികം പടർന്ന് പന്തലിച്ചതും. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ആണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അങ്ങനെ ഒരു തെളിവുമില്ല. ഏതോ വീടിൻ്റെ പിന്നാമ്പുറത്തുണ്ടായ ഒരു ചെറിയ അഗ്നി, ഇവരൊക്കെ ബാർബിക്യൂ ഒക്കെ നടത്തുന്ന ആളുകളാണ്, ഏതോ ഒരു അഗ്നികോളം പടർന്ന് പന്തലിച്ച് പോയതാണ്. അതായത് മനുഷ്യജീവിതത്തിൻ്റെ വിഫലത വ്യക്തമാക്കുന്ന തരത്തിൽ എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും, എത്ര ഉന്നതരാണെങ്കിലും, ഹോളിവുഡ് താരങ്ങളാണെങ്കിലും, മൾട്ടിനാഷണൽ കമ്പനിയുടെ സിഇഒമാരാണെങ്കിലും അഗ്നിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ്. ആരും അവരെ രക്ഷിക്കാനില്ല. ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ അവർ ആശ്വസിക്കുന്നു. എന്നും ഉറങ്ങാൻ കഴിയാത്ത മനുഷ്യരുടെ നിരനിരകൾ അവിടെ തുടരുകയാണ്. കാരണം ഇപ്പോഴും അഗ്നി അവിടെ പടരുകയാണ്, തുടരുകയാണ്. ആരോടും നാളെ ഉടനടി ഇറങ്ങിപ്പോകാൻ ഔദ്യോഗിക അറിയിപ്പ് കിട്ടിയാൽ അവർ പോകണം. കയ്യിൽ കെട്ടുന്നതും എടുത്തുകൊണ്ട് ഓടിപ്പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും സമ്പന്നവും സുഖകരവുമായ ഒരു പ്രവിശ്യയുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. പ്രകൃതിയുടെ കൽപ്പനയാണിത്. ഒരുപക്ഷെ അവിടെയൊക്കെ വാസസ്ഥലങ്ങൾ ഒഴിപ്പിച്ച് മനുഷ്യർ അവിടെ വേണ്ട, അതൊക്കെ കാടിന് മാത്രമായി നീക്കിവെച്ചാൽ മാത്രം പരിഹരിക്കപ്പെടുന്ന പ്രശ്നമാവാം. പക്ഷെ അതൊന്നും സാധ്യമായി എന്ന് വരില്ല. എന്തായാലും
മനുഷ്യജീവിതത്തിൻ്റെ നിസ്സാരത ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്നതാണ് കാലിഫോർണിയയിലെ ഈ അസാധാരണമായ അഗ്നിപടർച്ച.